ജൂൺ 26 ശേഷം ഈ രാശിക്കാർക്ക് ഭാഗ്യപ്പെരുമഴ. ഗജകേസരി രാജയോഗത്താൽ വമ്പൻ നേട്ടങ്ങൾ ലഭിക്കാൻ പോകുന്നു. ജ്യോതിഷത്തിൽ ദേവഗുരു എന്നറിയപ്പെടുന്ന വ്യാഴത്തെ പ്രധാന ഗ്രഹങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. അറിവ്, അധ്യാപകൻ, മതപരമായ പ്രവൃത്തി, വിദ്യാഭ്യാസം, ദാനം, വളർച്ച തുടങ്ങിയവയുടെ ഘടകമാണ് വ്യാഴം. അത്തരമൊരു സാഹചര്യത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥാനമാറ്റത്തിൻ്റെ ഫലം 12 രാശിക്കാരുടെ ജീവിതത്തിലും കാണാൻ സാധിക്കുന്നു. ഒരു വർഷത്തിനു ശേഷം വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കും. ഈ സമയം വ്യാഴം അതിൻ്റെ സാധാരണ വേഗതയുടെ ഇരട്ടി വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അതായത് ഒരു വർഷത്തിനുള്ളിൽ രാശി മാറുന്ന ഗ്രഹം വെറും 5-6 മാസത്തിനുള്ളിൽ രാശി മാറും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ സാഹചര്യം 1-2 വർഷത്തേക്ക് അല്ല, ഏകദേശം 8 വർഷത്തേക്ക്, അതായത് 2033 വരെ നിലനിൽക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഓരോ രാശിയിലും വ്യാഴത്തിൻ്റെ പ്രഭാവം വ്യത്യസ്തമായിരിക്കും. മിഥുനം രാശിയിൽ വ്യാഴം നിലനിൽക്കുന്നതിനാൽ ഏതെങ്കിലും ഗ്രഹവുമായി സംയോഗം നടത്തുകയും അതിലൂടെ ഒരു പ്രത്യേക ഭാവം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴിതാ വ്യാഴം ചന്ദ്രനുമായി സംയോജിക്കാൻ പോവുകയാണ്. അതിലൂടെ ഗജകേസരി യോഗം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഈ രാജയോഗത്തിൻ്റെ രൂപീകരണം ചില രാശിക്കാർക്ക് ജോലിയിലും ബിസിനസ്സിലും വലിയ വിജയം തന്നെ നേടുന്നു. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാനും കാരണമാകുന്നു. ആ ഭാഗ്യരാശികളെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ജ്യോതിഷ പഞ്ചാംഗം അനുസരിച്ച് മനസ്സിൻ്റെ മൂലകമായ ചന്ദ്രൻ ജൂൺ 26 ശേഷം രാത്രി 11:45 മിഥുന രാശിയിൽ പ്രവേശിക്കുന്നു. ജൂൺ 27 വരെ ഇവിടെ തന്നെ തുടരുന്നതായിരിക്കും. ജൂൺ 27 വരെ ഇവിടെ തുടരുന്ന അത്തരമൊരു സാഹചര്യത്തിൽ വ്യാഴൻ ചന്ദ്ര സംയോഗത്താൽ രൂപപ്പെടുന്ന ഗജകേസരി യോഗം ഏകദേശം 54 മണിക്കൂർ നീണ്ടു നിലനിൽക്കുന്നു. ഇതിൽ ആദ്യത്തേത് ഇടവം. ഈ രാശിയിലെ 2ാമത്തെ ഭാവത്തിൽ ഗജകേസരി രാജയോഗം രൂപം കൊള്ളുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഈ രാശിക്കാരുടെ വരുമാനത്തിൽ ദ്രുതഗതിയിലുള്ള വർധനവുണ്ടാകുന്നു. പൂർവിക ബിസിനസ്സിൽ ധാരാളം ലാഭം ഉണ്ടാകുന്നു. ജീവിതത്തിൽ സന്തോഷം. ജോലി ചെയ്യുന്നവർക്കും ഈ സമയം നല്ലതാണ്. കൂടുതൽ സമയം മതപരമായ പ്രവർത്തനങ്ങളിൽ ചെലവഴിക്കാൻ കഴിയുന്നു. കിട്ടില്ലെന്ന് വിചാരിച്ച പണം തിരികെ ലഭിക്കും. സമൂഹത്തിൽ ആദരവ് വർദ്ധിക്കുന്നു. മിഥുനം. ഈ രാശിയുടെ ലഗ്നഭാവത്തിൽ വ്യാഴചന്ദ്ര സംയോഗം നടക്കുന്നതിനാൽ ഗജകേസരി യോഗം രൂപപ്പെടുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഈ രാശിയിലുള്ളവർക്ക് ചില നല്ല വാർത്തകൾ ലഭിക്കാം. കുട്ടികളിൽ നിന്ന് ചില നല്ല വാർത്തകളും ലഭിച്ചേക്കാം. വിദ്യാഭ്യാസത്തിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച ഫലങ്ങൾ നേടാൻ സാധിക്കുന്നു. വിവാഹത്തിന് സാധ്യതയുണ്ട്. സമൂഹത്തിലെ വലിയവരും പ്രശസ്തവരുമായ ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടിയേക്കാം. സാമൂഹികമായി പുരോഗതി കൈവരിക്കാൻ കഴിയുന്നു. മതപരമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നു. പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലാണ്. തുലാം രാശി. ഈ രാശിയുടെ 9ാം ഭാവത്തിൽ ഗജകേസരി രാജയോഗം രൂപം കൊള്ളുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഈ രാശിക്കാരുടെ ജീവിതത്തിലും അനുകൂല ഫലങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ഈ രാശിയിൽ ജനിച്ച ആളുകൾക്ക് ആത്മീയതയോട് താല്പര്യമുണ്ടാകാം. അത്തരമൊരു സാഹചര്യത്തിൽ മതപരമായ തീർത്ഥാടനങ്ങൾ നടത്താൻ കഴിയുന്നതാണ്. കഠിനാധ്വാനത്തിൻ്റെ ഫലം ഇപ്പോൾ ഏതു ജോലിയിലും ലഭിക്കും. നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിലും നല്ല ഫലങ്ങൾ കാണാൻ സാധിക്കുന്നു. കുട്ടികളിൽ നിന്ന് സന്തോഷം ലഭിച്ചേക്കാം. ജോലിസ്ഥലത്ത് ജോലി വിലമതിക്കപ്പെട്ടേക്കാം. ജോലിയിലെ തടസ്സങ്ങൾ മാറാൻ സാധ്യത.